മന്ത്രല്ല സാറേ. മന്ത്രിമാർ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ? എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇത്രയത്തെ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണത്. സെക്യൂരിറ്റി പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ കേരളത്തിലൊന്നും ഒന്നും സംഭവിക്കില്ല. ഒരു കുഴപ്പമില്ല കേരളത്തിലൊന്നും. അപ്പോൾ ഇത്രയധികം പലരും പറയുന്നുണ്ട് ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഇത്രയധികം ബുദ്ധിമുട്ട് ഗതാഗത കുരുക്ക് നേരിടേണ്ടി വന്നിരുന്നതെന്ന്. മറ്റു മന്ത്രിസഭയിലൊന്നും ഇത്രയധികം ഗതാഗത കുരുക്ക് അവർക്ക് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്ന്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അത് കറക്റ്റാണ്, കറക്റ്റ് കാര്യമാണ് അവർ പറയുന്നത്. മുമ്പ് മന്ത്രിസഭയിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കേരളത്തിൽ അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ല. അല്ല, അപ്പം എന്താണ് പൊതുജനങ്ങളെ ഭയന്നാണ് ഇത്രയധികം എക്സ്പോർട്ടുമായിട്ട് പോകുന്നത്? അതോ ഒരു മന്ത്രിക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു മന്ത്രിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, ഇത് ആഡംബരം കാണിക്കാനാണ് ചെയ്യുന്നത്. ആഡംബരം കാണിക്കാനാണ്. ഒരു ജനസേവകൻ എന്ന നിലയിൽ സാധാരണ ജനങ്ങളെ പോലെ തന്നെയാണ് ഒരു ഗതാഗത സൗകര്യത്തിലൂടെ പോകേണ്ടതല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ആവശ്യമില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മന്ത്രിമാരുടെ അല്ല ആരുടെ വേണ്ടി നമ്മൾ എല്ലാവർക്കും സർക്കാർക്കാർക്കായിരുന്നാലും പൊതുജനങ്ങൾക്കായിരുന്നാലും എല്ലാവർക്കും ഒരേപോലുള്ള ഒരു നിയമം തന്നെയാണ്. അതിപ്പം മന്ത്രിമാരായിരുന്നാലും അത് നമ്മളായിരുന്നാലും വാഹനം അതിൻ്റെ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വളരെ കുറഞ്ഞിരിക്കും. അത് നമ്മൾ സൂക്ഷിച്ച് എത്രത്തോളം നിയന്ത്രിച്ച് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് നമുക്കായിരിക്കും കുറവുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മന്ത്രിമാർ പോയിരുന്നാലും നമ്മളായിരുന്നാലും വാഹനം ഓടിക്കേണ്ടതായ രീതിയിൽ ഓടിച്ച് പലർക്കും ഉദ്യോഗസ്ഥർ മന്ത്രിമാർ പോകുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഗതാഗതം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഒരു രീതിയോട് യോജിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അത് പിന്നെ മന്ത്രിമാരെന്നല്ല ആര് വണ്ടി ഓടിച്ചിരുന്നാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജനങ്ങൾക്കുണ്ടാകാറുണ്ട്. ഒരു ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ അവർ സ്പെഷ്യൽ പ്രയോറിറ്റി ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് മുൻതൂക്കം കൊടുക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം, അവർക്കും കൂടെ പോകാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് പ്രയോറിറ്റി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഹോസ്പിറ്റൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസ് വരികയാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. സാധാരണ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ? ഒത്തിരി എസ്കോർട്ടിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 1-2 വെഹിക്കിളൊക്കെ അവർക്ക് വേണമെങ്കിൽ എസ്കോർട്ട് പോകാവുന്നതാണ്. ഒത്തിരി വേണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് ഗതാഗത കുരുക്ക് സൃഷ്ടിക്കാതെ സാധാരണ ജനങ്ങൾക്കും അവരുടേതായുള്ള ആവശ്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് പോകുന്ന മന്ത്രിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ മന്ത്രിമാരൊക്കെ ആകുമ്പോൾ ജനസേവനം ചെയ്യേണ്ടവരാണല്ലോ. അതെ അതെ. അപ്പം അവർ മാക്സിമം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോവുക അങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പം എല്ലാവർക്കും അവരുടേതായ അത്യാവശ്യങ്ങളും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ മീൻസ് എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണവും കുറച്ചും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അത്യാവശ്യം ഉണ്ട്, അവർക്ക് മാത്രമല്ല അത്യാവശ്യം ഉള്ളത്. ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്രയധികം എസ്കോർട്ടിന്റെ ആവശ്യം ഇല്ല. ഇപ്പം മുഖ്യമന്ത്രിക്ക് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എസ്കോർട്ട് പോകുന്ന ഏകദേശം 10-20 വണ്ടികൾ, ഒരു 15 ഇന്നോവയും പിന്നെ അതിന് പോലീസ് വണ്ടികളും എല്ലാം അകമ്പടിയോടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ചിലപ്പം പ്രോട്ടോകോളായിരിക്കും, എന്നാലും ഇപ്പം എല്ലാ സംസ്ഥാനത്തിലും മന്ത്രിമാരെങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. മാക്സിമം ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോവുക, അത്രേ പറയാനുള്ളൂ. പൊതുജനങ്ങളോടൊപ്പം കടന്നു പോവുക എന്നുള്ളത് അതും കൂടി പരിഗണിക്കേണ്ടതല്ലേ? സാധാരണ ജനങ്ങൾക്ക് അവരനുഭവിക്കുന്നതും ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തെത്തിയ ഒരു വ്യക്തി. പിന്നെ അത് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കും എല്ലാം വേണ്ട അവരെ നടത്തിത്തരാൻ വേണ്ടിയല്ല നമ്മൾ വോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, അത് പരിഗണന എടുക്കുക, എല്ലാം അങ്ങനെ ചെയ്യുക. എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ട്. ഇതിലാണ് കൂടുതലും വേറെ മന്ത്രിമാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോഴ് നടക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ എന്തുകൊണ്ടാവാം ഇത്രയധികം അകമ്പടിയോടെ പോകുന്നത്? വ്യക്തതയൊന്നും അറിയുന്നില്ല. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യകത ഇല്ല. ധൈര്യമായിട്ട് ആർക്കും ഇവിടെ വന്ന് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇവിടെ അത്രയും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങളാണ്. ഇത്രയധികം അകമ്പടിയുടെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ധൈര്യമായിട്ട് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ധൈര്യമായിട്ട് പോകാം. അത്ര കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരും അങ്ങനെ സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്കിവിടെ അതിനുള്ള മുഖ്യമന്ത്രി ആയാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. പിന്നെ എന്താണെന്ന് ഒരു പിടിയില്ല. അതിനുള്ള ചിന്താഗതി എനിക്കില്ല, പറയാനുള്ള ഒരു സാഹചര്യമല്ല. പക്ഷേ മുഖ്യമന്ത്രി ആയാലും ആരായാലും ഇവിടെ ധൈര്യമായിട്ട് റോഡിൽ കൂടെ പോകാം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെയുള്ള ജനങ്ങളാണ്. സഹിഷ്ണുതയും അവിടുത്തെ ഒരു നല്ലൊരു ചിന്താബോധത്തുള്ളവരാണ്. മറ്റേ വർഗീയ ചിന്താഗതിയുള്ള ആൾക്കാരല്ല.
ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്. ഇവിടെ മതം നോക്കാറില്ല, മതമല്ല പ്രധാനം, മനുഷ്യനാണ് വലുത്. മതം പിന്നെയാണ്, മതം നമ്മൾ സൃഷ്ടിച്ചതാണല്ലോ, അവരവരുടെ കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ധൈര്യമായിട്ട് ആർക്കും നടന്നും പോവാം. അപ്പോൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ധൈര്യമായിട്ട് നടന്നു പോകാനുള്ള സാഹചര്യം ഇവിടെ കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. ശരിയല്ല, മന്ത്രിമാരിൽ പോകുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ ഒരു മന്ത്രി വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭ അവർ സഞ്ചരിക്കുമ്പോഴാണ് ഇത്രയധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്നത്, ഇത്രയധികം ഗതാഗത കുരുക്ക് നേരിടുന്നത്. പിണറായി വിജയന അതെ അതെ, പിണറായി വിജയൻ ഇപ്പോൾ ഭരിക്കാനൊന്നും ആവില്ലല്ലോ, ഒരു വൈകിയുള്ളില്ലല്ലോ, ആവശ്യമില്ല പൈസ. കേരളത്തിൽ ഇങ്ങനെ ഭയന്ന് പോകേണ്ട ഒരു സാഹചര്യമാണോ? അങ്ങനെ ഒരു സാഹചര്യമല്ലല്ലോ. സാധാരണക്കാർ ഇവിടെ എന്താ ഭീഷണി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. എന്നിട്ട് സാധാരണക്കാർ ജീവിക്കാൻ പറ്റില്ല, എല്ലാം ഗുണ്ടായിച്ചാലാണ് ഇവിടെ. ഇവിടെ ഓരോ തട്ടിച്ച് പോലെ ഉണ്ട്, നീട്ടി തട്ടുവയ്ക്കുള്ള അളന്നുകൊടുക്കാൻ അവർക്ക് കുറവ്. അവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ ജനങ്ങൾക്ക്? ബുദ്ധിമുട്ട് തന്നെ. ഒരു ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതെ അതെ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും ഒരേപോലെയാണ്. അത് വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഇല്ല, നിയമം എല്ലാം ഒരേപോലൊക്കെയാണ്. അത് തെറ്റാണ്. ഇത്രയധികം അകമ്പടിയാ ഒരു മന്ത്രിയാകുമ്പോൾ? ഒക്കെ ഇല്ല, ഒരു വണ്ടി, ഒന്നല്ലെങ്കിൽ രണ്ട് വണ്ടി, ഇത്രയും ഒരു 10-20 വണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ 2 വണ്ടി, ഇത്രയും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. സാധാരണക്കാരെ പോലെ തന്നെ സാധാരണക്കാർ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കണം, അതാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഒരു ധൂർത്തും ആഡംബരവുമായിരിക്കുമോ, അതോ ഭയന്നായിരിക്കുമോ ഇത്രയധികം എസ്കോർട്ടുകളിലൂടെ പോകുന്നത്? അതറിയാൻ വയ്യ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. സാധാരണക്കാർ, അതായത് നമ്മളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിയമം എല്ലാം ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ. നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് നിയമം എല്ലാം ഒരുപോലെ, അവിടെ വലിപ്പച്ചെറുപ്പമൊന്നും ആരുമില്ല, നിയമം എല്ലാം. അപ്പം ആ നിയമത്തിൻ്റെ വഴിക്ക് പോകണം, അത്രേ എനിക്ക് പറയാവുള്ളൂ. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അതുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ ഇതുവഴി ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ച് ചിലപ്പോൾ അതുവഴി ആയിരിക്കും വേണം. അപ്പോൾ ഇതുവഴി പോകേണ്ട ആൾ അത്രയും ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? ആ ഒരു സാഹചര്യം മന്ത്രി മനസ്സിലാക്കുക അല്ലേ? അത് മന്ത്രി മനസ്സിലാക്കുമോ ഇല്ലയെന്ന് ഇനി കണ്ടറിയാം. അത് ഇനി മനസ്സിലാക്കൂല. അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ നമ്മുടെ ഈ ഇങ്ങേരുണ്ടല്ലോ അബ്ദുൽ കലാം, PJ അബ്ദുൽ കലാം വന്ന സമയത്തിന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കടകളും എല്ലാ സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം അതേപോലെ വേണം. ജനങ്ങൾക്ക് വേണ്ടി വേണം, ജനങ്ങൾക്ക് വേണ്ടി മന്ത്രി പ്രവർത്തിക്കണം. അവര് കാണിക്കുന്നത് ശരിയല്ല, പക്ഷേ അതിന് അവർ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ അവർ ഹാണടിച്ച് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് ബലോസായിട്ട് കയറി പോവുക, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 80-ൽ തുടങ്ങിയാണ്, ഇതുവരെ മതിയാക്കിയിട്ടില്ല. അപ്പോൾ ഒരു മന്ത്രിക്ക് ഇത്രയധികം എസ്കോർട്ടിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. ശരിക്കും ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ആഡംബരം കൊണ്ടാണോ? ആഡംബരമാണ്, ആരായാലും ശരി, ഏത് പാർട്ടിയായാലും ആഡംബരമാണ്. അത് സാധാരണ നമ്മൾ ജനങ്ങളല്ലേ, ജനങ്ങൾ പോകുമ്പോൾ പോകണം. അതെ, അതുപോലെയല്ലേ ഒരു മന്ത്രി എന്നുള്ള ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ്. നമ്മളൊക്കെ തെരഞ്ഞെടുത്താണ്, മനസ്സിലായില്ലേ? അത് ശരിയാണ്, അത് ന്യായമാണ്. അപ്പോൾ അത്രയധികം ബുദ്ധിമുട്ടല്ലേ ഈ ഗതാഗത കുരുക്കിൽ മറ്റുള്ള യാത്രക്കാർ നേരിടുന്നത്? ഞാൻ മാത്രമല്ല, പലവരും പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, വണ്ടി ഇരിക്കുന്ന പാർട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ ഇനിയെങ്കിലും? എവിടെ മാറുന്നില്ല, ഇത് ഈ വഴിയല്ലേ പോവുള്ളൂ. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള മന്ത്രിമാരുടെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ പ്രണവ് വിജയനൊപ്പം അഞ്ജ പ്രകാശ്.